ഞാൻ ചായക്കട സോഹ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കല്ലെന്ന്. ഫുൾ ടൈം കറങ്ങി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല, നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ? എന്തൊരു ടോക്സിക്കടാ അവള്. ചായയുടെ കാശ് ഞാൻ കൊടുക്കാം. ഹലോ അലീനെ, ഞങ്ങൾ ചായക്കട നിൽക്കുക. ഒരു 20 രൂപ പെട്ടെന്ന് അയച്ചു തന്നായിരുന്നെങ്കിൽ. ഇതാ നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കറങ്ങി കിടക്കല്ല. ഞാൻ മുടിഞ്ഞ കാലെടുത്ത് പുറത്തോട്ട് ഞാൻ കാശ് കൊടുത്താലും നീ കാശ് കൊടുത്താലും പൈസ തരേണ്ട അവളല്ലേ. ഒന്ന് മാറി നടന്നോടാ. നിനക്ക് നിന്റെ തന്തയുടെ റോഡാ? ആടാ എന്റെ തന്തയുടെ വകയുടെ റോഡ്. എന്തേ എങ്ങനെ പോയാലും ഒരു 10-56 റോഡുണ്ട്. അപ്പൊ നിനക്ക് 56 തന്തമാരുണ്ടോ? മാറേ നീ ഇങ്ങോട്ട്. ഞങ്ങള് വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നീ പരസ്യമായിട്ട് പറയാം. 56 തന്നോളന്ന്. നീ പോവരുത്. എന്താണ് അണ്ണാ ഇടിക്കാൻ വന്ന ഫ്രഞ്ച് നോക്കാൻ വരുന്ന? അണ്ണ ഇടിക്കുന്ന ഇടിച്ചിട്ട് പോണ. ഹലോ, നമ്മുടെ ഹാരിക്ക് സ്റ്റേഷനിൽ നിന്നും ജാമ്യം എടുക്കാൻ വേണ്ടിട്ട്. ഇല്ല, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അവന്റെ ആരെങ്കിലും വിളിക്കണം. നീ എന്തിനാ എന്നെ വിളിച്ചു പറയുന്നേ? അവൻ ചുമ്മാ ഇടി ഉണ്ടാക്കിയതല്ല. ഒരുത്തം വന്ന് നിന്നെ കുറിച്ച് അപരാധം പറഞ്ഞു. അതും ആരി ചാടിയൊരു ഫസ്റ്റ് ഇടി തന്നെ ബോധം പോയി. ഇടി അവന് ഇടിച്ചോണ്ടിരി, ഞാൻ പൈസ ഇപ്പൊ ഇട്ടുതരാം. ഇപ്പോഴും ഇടിച്ചോണ്ടിരിക്കോ? പിന്നെ ക്യാൻറ്റീനിൽ നിന്നൊരു ആരെങ്കിലും മുട്ട പഫ്സ് കുഴിമന്തിയും കൂടെ. ഇതിലും ഭേദം നാട്ടുകാരെന്നെ അപരാധം പറയുന്ന. നാണം ഉണ്ടോടാ കാമുകിയെ പറ്റി ജീവിക്കാൻ നിനക്ക്? ഞങ്ങള് കാമുകിയെ പറ്റി ജീവിക്കുന്ന ടീംസ് ഒന്നും അല്ലട്ടാ. എന്റെ കാമുകിയല്ലേ, പിന്നെ ആരത്? എന്റെ സ്വന്തം ചോരയെ പറഞ്ഞ എന്റെ ചേച്ചിയാ. ഇങ്ങനെ ചേച്ചി ഉണ്ടായിരുന്ന ജോലിക്കും പോകാതെ ജീവിക്കാൻ.